സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു G4 ഗെയിമിംഗ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഒരു മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ വന്നപ്പോൾ ആകെ ഒരു മീനെ നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ ഗായ്സ്. അപ്പോൾ എടാ ശ്രീര്, നിനക്ക് മീൻ കിട്ടണ്ടോ? എടാ കിട്ടണമെന്നില്ലടാ, ഇതെന്നെ കൊളത്തിയിട്ടാവുള്ളൂ ഗൈസ്. നമ്മുടേനെ കൊത്തിക്കൊണ്ടിരിക്കുക ഗൈസ്. ഗൈസ് രണ്ടെണ്ണം കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇടാട്ടോ ഗൈസ്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇത്രയും മീനിനെ കിട്ടി. ഇനി നമുക്ക് നേരെ വീട്ടിയിട്ട് പോട്ടോ ഗൈസ്. നമ്മുടെ ചൂണ്ടൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഗൈസ്, നമുക്ക് ഇപ്പോൾ കിട്ടിയ മീൻ നമുക്ക് ഇത് കൊണ്ടുപോയി വിൽക്കാട്ടോ ഗൈസ്. വീട്ടിലാണെങ്കിൽ ആരുമില്ല, നമ്മളിത് വെറുതെ കൊണ്ടുപോയിട്ട് കാര്യമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിത് കാറിൻ്റെ ഡിക്കിയിട്ടിട്ടിട്ട് നമുക്ക് കൊണ്ടുപോയി വിൽക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ മുമ്പ് ലൈക്ക് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാട്ടോ ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാട്ടോ ഗൈസ്. ഹലോ എടാ, നീ മറ്റേ എറണാകുളത്തു നിന്നും കോഴിക്കോട് നിന്നും മറ്റേ ക്യാബേജ് എടുത്തിട്ട് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവാടാ. ആ ശരിടാ, ഞാൻ കൊണ്ടുവരാലോ. എന്നാ നീ ഞാൻ എൻ്റെ സില്ലെടുത്തോണ്ട് വരാം. ശരി, നീ സില്ലെടുത്തോണ്ട് വന്നോ. ശരി ശരി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കൂട്ടുകാരനാട്ടോ ഗൈസ് വിളിച്ചത്. നമ്മളോട് ക്യാബേജ് കയറ്റാൻ ഒക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കേട്ടാലോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിട്ട് പോവാം. നമ്മുടെ വീട്ടിട്ട് പോകുന്ന ഷോർട്ട് കട്ടാണ്. മാലിനോ എന്തോ പേര് അയക്കുമ്പോൾ നമുക്ക് മീൻ വിൽക്കാട്ടോ ഗൈസ്. മീൻ വിൽക്കണ ചേച്ചി, മീൻ വിൽക്കണ ചേച്ചി. ഗൈസ്, അപ്പോൾ ഈ കാണുന്ന മൊത്തം നമ്മുടെ വണ്ടികളാട്ടോ ഗൈസ്. ഈ മീനും ശരി. ഇതിനെന്താ കിട്ടാത്ത? ഇതിനെ കിട്ടി, ഇതിനെ കിട്ടി. അപ്പോൾ നമുക്ക് ഡിക്കി അടച്ചിട്ട് നമുക്ക് മീൻ വിൽക്കാട്ടോ ഗൈസ്. ഇവിടെ എത്ര റേറ്റ് എന്നറിയില്ല. ഇതിന് 30 രൂപ, പിന്നെ 20 രൂപ, പിന്നെ 20 രൂപ ഗൈസ്. അങ്ങനെ നമ്മൾ മീൻ വിറ്റുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ക്യാബേജ് എടുക്കാൻ പോകട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇവിടെ ഇടാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വണ്ടി ഇതാട്ടോ ഗൈസ്. ഇതെടുത്തോണ്ട് പോകാമെന്നാട്ടോ ഗൈസ് പറഞ്ഞേ. നമുക്ക് ഇതെടുത്തോണ്ട് നേരെ ക്യാബേജ് നേരെ എടുക്കാൻ പോവാം. ഇനി ഞാൻ അവിടെ ചെന്നിട്ടാട്ടോ ഗൈസ് മിണ്ടുന്നത്, അല്ലെങ്കിൽ എൻ്റെ കോൺസെൻട്രേഷൻ പോവും. ഗൈസ്, അപ്പോൾ അവിടെ എത്തണേക്ക് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമുക്കിനി അവിടെ എത്താം. ഓരോരോ വീട്ടിലാട്ടോ ഗൈസ് ഈ ക്യാബേജ് എന്ന് പറയണത് ഇത് ഇരിക്കണത്. ഇത് കൊണ്ടുവന്ന് നമുക്കിത് ഇനി വിൽക്കണം. അപ്പോൾ ഇനി അതിട്ട് കിടക്കണം. ഇതുവഴി കയറ്റാൻ ഭയങ്കര പാടാലോ ഗൈസ്. ഇപ്പം ഇടിച്ചേനെ. നമുക്ക് ക്യാമറ വണ്ണിയിട്ടിട്ടിട്ട് കാണാം ഗൈസ്. ഗൈസ്, ഇവിടെ പശുക്കളാട്ടോ ഗൈസ് കൂടുതലും. ഒന്ന് മുട്ടിയാൽ മതി, അപ്പോഴത്തേക്ക് എല്ലാണോ നമ്മളെ കുത്താൻ വരും കേട്ടോ ഗൈസ്. അപ്പോൾ ഈ കാണുന്ന ക്യാബേജാണ് നമുക്കിനി കൊണ്ടുപോവേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് ഇവിടെ ഇട്ടിട്ട് ക്യാബേജ് ഒരെണ്ണം എടുത്ത് ഇത് പൊട്ടിക്കട്ടോ ഗൈസ്. നമുക്കല്ലെങ്കിൽ വണ്ടി ഇങ്ങോട്ട് കയറില്ലാന്നേ, അതാണ് പ്രശ്നം. ക്യാബേജ് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇതങ്ങ് പൊട്ടിച്ചിടാം. അതിന് കയറിക്കോളൂ കേട്ടോ ഗൈസ്. പിന്നെ ഇത് ഇങ്ങോട്ട് ഇനി വണ്ടി നമുക്ക് സുഖമായിട്ട് കയറിക്കോളൂ കേട്ടോ ഗൈസ്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ക്യാബേജ് കയറ്റാട്ടോ ഗൈസ്. ക്യാബേജ് നമുക്കിനി ഇത് കയറ്റി ഈ ഒരു സെറ്റ് മാത്രം കയറ്റിയാൽ മതിയാവുമെന്ന് അറിയില്ല.
അപ്പോൾ അടുത്ത പാർട്ട് 2-നകത്ത് നമ്മളപ്പോൾ ക്യാബേജ് കൂടുതൽ അടുത്ത കുറച്ചും കൂടി കൂട്ടി എടുക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ 2 ട്രക്കിലെ ഗൈസ് കംസ് എന്നെങ്ങാണ്ടാണ് അതിൻ്റെ പേര്. ഞാൻ അതിനെ നിസാൻ എന്നെങ്ങാണ്ടാണ് വിളിക്കുന്നത് ഗൈസ്. പറമ്പിൽ പോയി ഗൈസ്. അയ്യോ വെള്ളത്തിൽ പോയി. നമുക്കാണെങ്കിൽ വെള്ളത്തിൽ വിട്ട് ഇറങ്ങാനും പറ്റില്ല. ഓ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മൂഞ്ചി അവസ്ഥയായേനെ കേട്ടോ ഗൈസ്. ഇതാണെങ്കിൽ വേഗം പോകുന്നുമില്ല, പതുക്കെയും പോവും. എന്ത് ചെയ്യാനാ ഗൈസ്. 1 കയറി 2 3 4 5 5 കയറിട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിനി ഇത് നിറയ്ക്കാം. ഗൈസ് അപ്പോൾ ഇനി ക്യാബേജിനെ ആകെ ഈ ഒരു സെറ്റ് കഴിയാറായിട്ടോ ഗൈസ്. ഒരെണ്ണം കൂടിയേ പറ്റുള്ളൂ ഗൈസ്. ഗൈസ് അപ്പോൾ ഇനി വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ക്യാബേജ് തീർക്കുന്നതാണ്. ഇനി നമ്മൾ ക്യാബേജ് വിൽക്കണം. പക്ഷെ അത് പാർട്ട് 2-നകത്ത് ഇട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുക കേട്ടോ ഗൈസ്. പാർട്ട് 2-ൽ ക്യാബേജ് വിറ്റാലോ? എന്നാൽ നമുക്ക് വിൽക്കണ്ടല്ലേ? വിൽക്കാം. അത് നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ കിടക്കട്ടെ എന്തായാലും. ഈസോബ് ഇനി ഇതിനകത്താകെ 2 2 4 6 എണ്ണം ഉണ്ട് കേട്ടോ ഗൈസ്. 4 എണ്ണം മാക്സിമം ഇതിനകത്ത് ഒരു 4 എണ്ണം കേട്ടോ ഗൈസ് പറ്റുള്ളൂ. ക്യാബേജിന് ഇപ്പോൾ പൈസ കൊടുക്കണ്ടേ ഗൈസ് നമ്മളിത് വാങ്ങുന്നതിൻ്റെ? ഗൈസ് നമ്മളിത് നേരത്തെ പൈസ കൊടുത്ത് വെച്ചേക്കണേ കേട്ടോ ഗൈസ്. നമ്മൾ ആ കാര്യം മറന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ 2ാമത്തെ സെറ്റും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരെണ്ണം അങ്ങോട്ട് ചാടിപ്പോയി. ഇനി ഒരു സെറ്റും കൂടി ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിനി ഇത് കയറ്റിയിട്ടിട്ട് ഇനി ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. നമുക്ക് ഇത് കിട്ടാൻ പോകുന്നതിൻ്റെ റേറ്റ് ആദ്യം നമുക്ക് ഇവിടുന്ന് ഒരു ക്യാബേജ് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. സെറ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഇവിടുന്ന് ആദ്യം ഒരെണ്ണം വിറ്റ് നോക്കാം. അപ്പോൾ അതിലെ റേറ്റ് തന്നെയായിരിക്കും അപ്പുറത്തെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിടുന്ന, അതായത് കൊച്ചിയിൽ. നമ്മുടെ നാടെന്ന് ഉദ്ദേശിച്ച് കൊച്ചി കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിൽക്കാൻ പോകാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇതിൻ്റെ ഷോർട്സ് ആയിരിക്കും കേട്ടോ ഗൈസ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് വീഡിയോസ് ഇടും, നമ്മൾ ഷോർട്സ് ഇടുന്നതാണ്. അപ്പോൾ ഇന്നൊരു ഷോർട്സും കൂടി ഇട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒന്ന് കഴിയാറായി. ഇനി നമ്മൾ അടുത്ത സെറ്റ് എടുക്കാൻ പോകണോ എന്ന് തോന്നുന്നു. ഇത് നമുക്ക്
തീർക്കണം എത്രയും പെട്ടെന്ന്, അല്ലെ അടുത്ത വീഡിയോയിൽ നമുക്ക് കിട്ടാലോ ഗൈസ്. പാർട്ട് 3-നകത്തൊന്നും പറയാനില്ല പ്രത്യേകിച്ച്. പാർട്ട് 2-നകത്ത് നമുക്ക് ആ വണ്ടി എടുത്ത് നമുക്ക് കയറി ഇവിടെ വരാം ഗൈസ്. കയറി ഇനി ക്യാബേജ് വെക്കാട്ടോ, അതായത് കൊച്ചി. നമ്മളപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് ഇപ്പോൾ എടുത്തത് നമ്മൾ. ഇനി കൊച്ചിയിട്ട് പോകണം. തെറ്റിപ്പോയി ഗൈസ്. എറണാകുളത്തു നിന്ന് എടുത്ത് കൊച്ചിയിലേക്ക് പോകണം. എറണാകുളത്തു നിന്ന് എടുത്ത് തൃശ്ശൂരിലേക്ക് പോകുന്നു. ഗൈസ് ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് കേട്ടോ. അവൻ പശുവിനെ കറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചില്ല. അവൻ വൈകിട്ട് ആകുമ്പോഴാണ് കറക്കാറ് ഗൈസ്. ഇവർ ആദ്യം നമ്മുടെ അവിടെയല്ലായിരുന്നു ഗൈസ് ഇരുന്നത്. ഒന്ന് മെല്ലെ പോ വണ്ടി, മെല്ലനെ പോ. നമുക്കൊരു കാര്യം ചെയ്യാം, ക്യാമറ ഇട്ടിട്ടിട്ട് പതുക്കെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോട്ടോ ഗൈസ്. കയറ്റാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്കിനി ഇതുവഴി പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ക്യാബേജ് ഫുള്ളും പോവും. അത് കാരണം നമ്മൾ ആദ്യം തൊട്ട് പിന്നെയും ചെയ്യേണ്ടി വരും കേട്ടോ ഗൈസ്. അത് കാരണം നമ്മൾ ഇതുവഴി പോകുന്നില്ല, നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതുവഴി പോയിട്ട് നമ്മളിത് എവിടെ കൊണ്ടുവന്ന് ഇറക്കും. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്താണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്, ഇവിടെ തന്നെ. നമ്മളാദ്യം മീൻ വിറ്റ സ്ഥലത്താട്ടോ ഗൈസ്. ഈ വണ്ടി എന്താ ഇങ്ങനെ? ചെറിയൊരു കോമഡി അത്രേ ഉള്ളൂ. അല്ല നമ്മളെന്തിനാ സില്ലി കയറണേ? പോയനെ. ചേച്ചി ഈ ക്യാബേജിന് 15 രൂപ ഗൈസ്. ഒരു തേങ്ങയും കിട്ടൂല, എന്നിട്ട് 15 രൂപ. കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ഇങ്ങനെ കയറ്റിയിടാം. അതാകുമ്പോൾ നമുക്ക് ഇതിടാലോ. വാങ്ങ ഇടുക, ഇടുക്ക ഇടുക, ഇടുക്ക ഇടുക, ഇടുക്ക ഇടുക, ഇടുക്ക ഇടുക. നമ്മളിത് വിൽക്കൂട്ടോ ഗൈസ്. എടുത്തില്ലേ നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് ഇത്രയൊന്ന് വിറ്റെടുക്കാം. 1 2 3 4 പേരിങ്ങ് വാ. എന്നിട്ട് ചേച്ചിയുടെ അടുത്തിട്ട് പോകും. ഈ ചേച്ചി അവിടെ മിണ്ടിയും പറഞ്ഞിരിക്കും. ചേച്ചി അതിനകത്തല്ല ഇതിനകത്ത് നോക്ക് ഗൈസ്. അപ്പോൾ 48 45 4845 രൂപ ഗൈസ്. എത്രയായി? 2 3 4 5. 5 ഒന്നുമില്ല ഗൈസ്. എന്ത് ചെയ്യാനാണ്? 5 കയറത്തൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.